ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സ്റ്റോക്കിൻ്റെ പേരാണ് അഫ്ലി. ഇത് നല്ലൊരു അപ്പ് മൂവ് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ 3 മന്ത്സിൻ്റെ ചാർട്ടാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് അപ്പ് ആൻഡ് ഡൗൺ എടുത്ത് മാർക്കറ്റ് നല്ലൊരു അപ്പ് മൂവിലേക്ക് ചെന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത് 30% ആണ് ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു 470 അടുത്ത് പോയിൻറ്റ്സാണ് ഈ ഒരു 3 മാസം കൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിലേക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു എൻട്രി പോയിൻറ്റും ഒരു എക്സിറ്റും അതുപോലെ തന്നെ ടാർഗറ്റ് പോയിന്റുകൾ ഞാൻ ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഡേ ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഡേ ചാർട്ടിൽ നമ്മൾ 2047-50 റേഞ്ചിലേക്ക് ഒരു എൻട്രി പോയിന്റ് നോക്കിയാൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് അനുസരിച്ച്, ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് നല്ലൊരു അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു 150 പോയിൻറ്റ് 200 പോയിൻറ്റ് മേളിൽ പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഒരു ഷോർട്ട് ടൈം ട്രേഡ് നോക്കുന്നത് ഉള്ളവർക്ക് നമുക്ക് ഒരു 2200 2190 ആ റേഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അവിടെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന SL പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നെക്സ്റ്റ് ഒരു പ്രീവിയസ് ഉള്ള ഒരു ലോ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് നോക്കുന്നത് 1950 തൊട്ട് 1930 റേഞ്ചിലാണ് നമുക്ക് SL ആയിട്ട് നമുക്ക് കണക്കാക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 1870 റേഞ്ചിലേക്കായിരിക്കും അടുത്തൊരു സ്റ്റെപ്പ് വരിക. ഒരു മാർക്കറ്റിലെ മൂവ്മെൻറ്റ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരു നല്ലൊരു അനാലിസിസ് ചെയ്തിട്ട് മാർക്കറ്റിലേക്കുള്ള മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കി നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾ സ്വന്തം അനാലിസിസ് പ്രകാരമേ ട്രേഡ് എടുക്കാവൂ. ഇതിൽ തന്നെ ഓക്കെ, നമുക്കന്നപ്പോൾ ഇതിൻ്റെ കുറച്ച് അനാലിസിസ് ഡീറ്റെയിൽസും കൂടെ നമുക്ക് നോക്കാം. മാർക്കറ്റ് ക്യാപ്പൊക്കെ നോക്കുവാണെങ്കിൽ 275 ബില്യൺ INR നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് PE റേഷ്യോ ഒക്കെ വന്നിരിക്കുന്നത് 72.2, അതൊക്കെ ഇച്ചിരി കൂടുതലാണ്. നിങ്ങൾക്ക് ഷോർട്ട് ടൈം ട്രേഡ് ആയിട്ട് വേണമെങ്കിൽ മാത്രമേ ഇതിനകത്ത് നോക്കാവുന്നതാണ്. നമുക്ക് ഇതിനകത്ത് ഏണിങ്സ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നല്ലൊരു ഗ്രോത്ത് അപ്സൈഡിലേക്ക് പോയിരിക്കുന്നത്. 2021 തൊട്ട് 2025 വരെ നല്ലൊരു അപ്പ് മൂവ്മെൻ്റ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. ടെക്നിക്കൽ അനാലിസിസ് നോക്കുവാണെങ്കിൽ തന്നെ സ്ട്രോങ് ബൈ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 1 മന്ത് കൊടുക്കുകയാണെങ്കിൽ സ്ട്രോങ് ബൈക്ക് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ നടക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സിലെല്ലാം ബൈയുടെ ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിവറ്റിനകത്തെ ക്യാമില പിവറ്റിനകത്തെ പോയിൻറ്റ്സ് നോക്കുവാണെങ്കിൽ അവർ നമുക്ക് നല്ലൊരു ഹൈ റെസിസ്റ്റൻസ് വന്നിരിക്കുന്നത് 2026 ഹൈ റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് R3. അതുപോലെ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് S3 കൊടുത്തിരിക്കുന്നത് 1539. അപ്പോൾ നിങ്ങൾക്ക് ഈ ടെക്നിക്കൽ അനാലിസിസ് വെച്ച് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. അപ്പം ഈ റെക്കമെൻഡേഷൻ ഒന്നുമല്ല ഈ ട്രേഡിനകത്ത് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചാർട്ട് അനാലിസിസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളിതിലേക്ക് കടക്കാവൂ എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. അപ്പോൾ ഇതുപോലെ നല്ല സ്റ്റോക്കുകളുമായിട്ട് പിന്നീട് കാണുമ്പോൾ ബൈ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഇനിയും കിട്ടുവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത്